ഹലോ ഡിയേഴ്സ്. അങ്ങനെ നമ്മൾ ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലേ. ലൈവുകളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് അല്ലെ, കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. സോ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന പല ആൾക്കാർക്കും ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാഷിസം? ഫാഷിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ചോദിക്കുക, സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഫാഷിസം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാഷിസം എന്നാല് അല്ലെ, എവിടെയായിരുന്നടാ ഈ ഭരണം നിലവിലുണ്ടായിരുന്നത്? ഇറ്റലിയിലാണ്. ഇറ്റലിയിലുള്ള ആരാണ്? മുസോളിനി അല്ലെങ്കിൽ മുസലീനി എന്ന് പറയുന്ന ആളാണ്. അയാളെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതേ രൂപത്തിൽ തന്നെ ഭരിച്ചിരുന്ന മറ്റൊരാളാണ് ജർമ്മനിയിലെ ഹിറ്റ്ലർ എന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ കാര്യമാണ് അല്ലെ. സോ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ത്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാഷിസം? ഫാഷിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ എന്തൊക്കെ എഴുതി വെക്കും? നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫാഷിസം ആൻഡ് നാസിസം എന്ന് പറയുന്ന ടോപ്പിക്കിന് അടിയിലായിട്ട് ഒരു കുറച്ച് ബോക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബോക്സ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. ഒന്നാമത്തതായി നമ്മൾ കാണുന്നത് ആന്റഗോണിസം ടു ഡെമോക്രസി, അഥവാ എന്താടാ, ജനാധിപത്യത്തോടുള്ള വിരോധം എന്നൊരു പോയിന്റ് കാണാൻ പറ്റും. കാരണം ഫാസിസ്റ്റ് റൂളേഴ്സ്, ആരാണ് ഫാസിസ്റ്റ് റൂളേഴ്സ് അല്ലെ? അതായത് ജനങ്ങളുടെ ഒരു തരത്തിലും ജനങ്ങൾ അംഗീകരിക്കാത്ത അല്ലെ, എതിർക്കുന്നവരാരോ അല്ലെ, ദോസ് ഹു വർ ഒപ്പോസ്ഡ് അല്ലെ, അവരെന്ത് ചെയ്യപ്പെടും? എക്സിക്യൂട്ടഡ്, കൊന്നുകളയപ്പെടുന്ന അല്ലെ, അത്തരത്തിലുള്ള ഭരണാധികാരികളാണ് ഫാസിസ്റ്റ് റൂളേഴ്സ് എന്ന് പറയുന്നത്. സോ അവരെന്തിനെ അംഗീകരിക്കുന്നില്ല? ഡെമോക്രസി അഥവാ ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. എന്താണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറഞ്ഞാല്? ജനങ്ങൾ ആരാണോ ഭരിക്കേണ്ടത് ആ ആളിനെ ആരാ തെരഞ്ഞെടുക്കുക? ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിനെ ഫാസിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല. പോയിന്റ് നമ്പർ 1. 2, ഒപ്പോസിഷൻ ടു സോഷ്യലിസം. സോഷ്യലിസത്തോടുള്ള എതിർപ്പാണ്. എല്ലാവരും തുല്യരാവണം അല്ലെ, നാട്ടിലെ പണക്കാരും പാവപ്പെട്ടവരൊന്നുമില്ല, എല്ലാവരെയും സമന്മാരായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, അതാണ് സോഷ്യലിസം. സമത്വം എന്ന ഒരു ആശയം അതിലൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനും ആരെതിരാണ്? ഫാഷിസ്റ്റുകൾ എതിരാണ്. അപ്പൊ 2 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ഡെമോക്രസി, എഗെയിൻസ്റ്റ് സോഷ്യലിസം അല്ലെ, ജനാധിപത്യത്തിനെതിരാണ്, സോഷ്യലിസത്തിനെതിരാണ് എന്ന് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. അടുത്ത പോയിന്റ് നോക്കിയേ, ഗ്ലോറിഫൈയിങ് ദ നേഷൻ. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കും. ഈ ഫാസിസ്റ്റുകൾ എന്താ ചെയ്യാന്നറിയോ? ഏറ്റവും മികച്ച രാജ്യം ആരാണ്? നമ്മുടെ രാജ്യമാണ്. മറ്റൊരു രാജ്യവും നമ്മളെക്കാൾ മികച്ചവരില്ല അല്ലെ, എല്ലാവരെയും തോൽപ്പിക്കണം, എല്ലാവരെക്കാൾ ഏറ്റവും ടോപ്പ് ആവണം, മികച്ചതാവണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ആർക്കുണ്ട്? ഈ പറയുന്ന ആർക്കുണ്ടാവും? ഫാസിസ്റ്റുകൾക്ക് ഉണ്ടാവും. അവർ പറയും ലോകത്തെ ഏറ്റവും സുന്ദരമായ മികച്ച എല്ലാ സംഭവമുള്ള നാടാണ് നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് അവരെ തള്ളിക്കൊണ്ടേയിരിക്കും അല്ലെ. ഓക്കെ, ആൻഡ് അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്. അവരവരുടെ വംശമഹിമ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഫാഷിസ്റ്റ് രീതിയിൽ ഭരിച്ച റൂളറാണ് ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ ലീഡർ ആയിരുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള എന്താണ് ആ ടീം അല്ലെങ്കിൽ വംശം അല്ലെങ്കിൽ എന്താണ് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള റേസ് ആര്യന്മാരാണ്. അത് ഈ ഹിറ്റ്ലറൊക്കെ എന്താ ചെയ്തത്? തന്റെ ആ ഒരു എന്താണ് തന്റെ എന്തിനാ പൊക്കി പിടിച്ച ഒരാളാണ് അയാളുടെ റേസ്. ലോകത്തെ ഏറ്റവും മികച്ച ആൾക്കാർ ആര്യന്മാരാണ്, ജർമ്മൻകാർ ആര്യന്മാരാണ്, ഇവരാണ് ലോകം ഭരിക്കേണ്ടത് എന്നുള്ള ഒരു സങ്കല്പമൊക്കെ ഹിറ്റ്ലറിനൊക്കെ ഉണ്ടായിരുന്നു. സോ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് റൂളേഴ്സ് അവരുടെ എന്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കും? അവരുടെ റേസിലെ വംശത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട നോക്കിയാൽ നിങ്ങൾ, ജസ്റ്റിഫൈയിങ് വാർ. യുദ്ധത്തെ മഹത്വവൽക്കരിക്കും. യുദ്ധം വേണമെന്നും മറ്റുള്ളവരെ പിടിച്ച് തോൽപ്പിക്കണമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത ആർക്കുണ്ടാവും പറയുന്നത്? ഈ ഫാസിസ്റ്റുകൾക്ക് ഉണ്ടാവും. നമ്മുടെ ഈ എന്താണ് മുസോളിനി അല്ലെ, മുസലീനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് സ്ത്രീകൾക്ക് മാതൃത്വം എങ്ങനെയാണോ, അതായത് സ്ത്രീകൾ കുട്ടികളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് പുരുഷന്മാർക്ക് യുദ്ധം. യുദ്ധത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുത്ത ആളാണ് മുസോളിനി അഥവാ മുസലീനി എന്ന് പറഞ്ഞ ആള്. ഓക്കെ, ആൻഡ് ഡിഫ്യൂഷൻ ദ അഗ്രസീവ് നാഷണലിസം. തീവ്ര ദേശീയത, അഗ്രസീവ് നാഷണലിസം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യമാണ് സുപ്രീം അതോറിറ്റി, നമ്മുടെ രാജ്യമാണ് ഏറ്റവും മികച്ചതെന്നും മറ്റുള്ള ആൾക്കാരെ പിടിച്ചടക്കണമെന്നൊക്കെ ഉള്ള ഒരു അഗ്രസീവായ ചിന്തയാണ് ഈ എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം. അമിതമായ രാജ്യത്തോടുള്ള സ്നേഹം, മറ്റുള്ളവരെ തോൽപ്പിച്ചിട്ടായാലും നമ്മുടെ രാജ്യം മികച്ചതാകണം എന്നുള്ളൊരു ചിന്ത. ഓക്കെ, നെക്സ്റ്റ്
ഡിഫൈങ് ദ പാസ്റ്റ്. ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഭൂതകാലം, കഴിഞ്ഞു പോയ കാലത്ത് ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ആരെടുക്കാം? മുസ്സലീനി അല്ലെ, മുസോളനി എടുക്കാം. അയാൾ എന്ത് പറയുന്നുണ്ട് അല്ലെ? അയാൾ പറയുന്നു ലോകത്ത് ഏറ്റവും മികച്ച ഒരു എംപയർ ഉണ്ടായിരുന്നത് എവിടെയാണ്? അത് റോമിലാണ്, റോമൻ എംപയർ ആയിരുന്നു. അയാൾ ആഗ്രഹം എന്താ പറഞ്ഞത്? ഇറ്റലിയിൽ പിന്നെ ഇപ്പൊ ഭരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് പിന്നെ ഭരിച്ച ഒരാളാണ് ഈ പറയുന്ന ആരെന്ന് പറയുന്നത്? മുസലീനി എന്ന് പറയുന്ന ആള്. ഈ മുസോളനി പറയാണ് പണ്ടത്തെ ഈ ഇറ്റലി അവിടെ എന്തായിരുന്നുള്ളത്? റോമൻ എംപയർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? റോമൻ എംപയർ എന്താണ്? റീസ്റ്റോറേഷൻ ഓഫ് റോമൻ എംപയർ. നമ്മൾ വീണ്ടും ഇവിടെ റോമൻ എംപയർ സ്ഥാപിക്കാൻ പോവാണ്. അതായത് കഴിഞ്ഞു പോയ കാലം ഏറ്റവും അടിപൊളിയാണെന്നും അതുപോലെ എന്താക്കാണ് ആക്കാൻ വേണ്ടി ആ രാജ്യത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ ഫാസിസ്റ്റുകൾ. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ, കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവരുടെ ആശയം പ്രചരണം. അതായത് ഈ എന്താണ് റൂളേഴ്സ് എന്ത് ചെയ്യുന്ന അറിയോ? അവരുടെ ആശയങ്ങൾ എന്ത് ചെയ്യും? കുട്ടികളിലേക്ക് എത്താൻ ചെറിയ കുട്ടികളുടെ പുസ്തകങ്ങളിലും അല്ലെ, അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കവിതകള്, കഥകളൊക്കെ അല്ലെ, ഭയങ്കര ഹീറോ കഥകൾ എന്താക്കും? കഥകളായിട്ട് കുട്ടികളിലേക്ക് കൊടുക്കും. നിങ്ങൾ നമ്മുടെ എന്താണ് കിങ് ജോങ് ഉന്നിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മുടെ കൊറിയയിലുള്ള അയാൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ അയാളെ കുറിച്ച് എപ്പോഴും പറയുന്നത് കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരുടെ നാട്ടിലൊക്കെ രാവിലെ ഇങ്ങനെ എന്താണ് പാട്ടുകളൊക്കെ കേൾക്കും. ആരെ കുറിച്ചുള്ള പാട്ടുകളാണ്? ഈ പറഞ്ഞ കിങ് ജോങ് ഉന്നും അയാളെ മുത്തച്ഛനിലെ അയാൾ ഒരു വീരനായിരുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ ചെറിയ കുട്ടികളിലൂടെ അവിടുത്തെ കലയിലും കഥയിലും കവിതകളിലൊക്കെ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? ഇവർ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഫാസിസ്റ്റുകൾ ശ്രമിച്ചു എന്നാ പറയുന്നത്. ആ ഒരു തരത്തിൽ ഫാസിസ്റ്റ് റൂളർ ആണല്ലോ ഇന്നത്തെ നമ്മളെ കൊറിയയിലുള്ള കിങ് ജോങ് ഉന്നൊക്കെ. ഓക്കെ, അടുത്തതോ മിലിറ്ററി ഡിക്ടാറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം അല്ലെ. നാട്ടിലെ ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ട് ഭരിക്കാനുള്ള കൃത്യമായ സൈന്യത്തെ വെച്ചുള്ളൊരു എന്താണ് ഭരണരീതിയാണ് അവര് മുന്നോട്ട് കൊണ്ടുപോയത്. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക. ആരെങ്കിലും ഈ പറഞ്ഞ റൂളേഴ്സിനെ എതിർക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്താണ് നമ്മളെ മുസോളനി അല്ലെങ്കിൽ ഇപ്പോ ഫാസിസ്റ്റ് റൂളർ ആയിരുന്ന ഹിറ്റ്ലർ, ഇവരൊക്കെ എതിർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നത്? എതിർക്കുന്നവരെ കൊന്നുകളയുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ എതിരാളികളെ കൊന്നുകളഞ്ഞൊക്കെയാണ് ഇവർ മുന്നോട്ട് പോയത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏത് ഐഡിയോളജിയാണ്? ഫാഷിസത്തിന്റെ ഫീച്ചേഴ്സ് അല്ലെ, ഫാഷിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം. നമ്മൾ പഠിച്ച ഫാസിസ്റ്റ് പാർട്ടി, ഫാസിസ്റ്റ് റൂൾ ഉണ്ടായിരുന്നത് ഇറ്റലിയിലാണ്. മുസലീനിയാണ് പ്രധാനപ്പെട്ട അതിന്റെ റൂളർ. അതേ രീതിയിലുള്ള ഒരു ഫാസിസ്റ്റ്, അതേ എന്താണ് രീതിയിലൊരു ഭരണം നടത്തിയത് ആരാണത്? ഹിറ്റ്ലർ ആണ്, ജർമ്മനിയിലാണ്. അപ്പൊ നമ്മളോട് ഫാഷിസത്തിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കാര്യങ്ങളും എഴുതി വെക്കാം. സോ താൽക്കാലികമായിട്ട് ഈ ഒരു ചെറിയൊരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.